ഹലോ, വീണ്ടും നമ്മൾ വേദപുസ്തകം പഠിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിന്റെ പേര് റൂത്ത്. സ്ത്രീയുടെ പേരുള്ള ഒരു പുസ്തകം. ന്യായാധിപന്മാരുടെ പുസ്തകമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. വളരെ അനുഗ്രഹമായിരുന്നു. പക്ഷേ അതിന്റെ കൺക്ലൂഷൻ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. എങ്ങനെയാണ് വായിക്കുന്നത്? അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. അങ്ങനെ രാജാവില്ലാതെ, നിയമങ്ങളില്ലാതെ, തന്നിഷ്ടമായി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കുടുംബം, ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ദൈവകൃപയെന്ന് പോയപ്പോൾ പട്ടിണി, ക്ഷാമം, രോഗം ഇതൊക്കെ അവർക്കുണ്ടാവും എന്ന മോശ മുഖാന്തരം അറിയിട്ടുണ്ടായിരുന്നു. അത് അച്ചട്ടായി ഇങ്ങ് നടന്നു. ഇവിടെ ഇപ്പൊ ക്ഷാമമാണ്. ഈ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ബേദലഹേമിൽ നിന്ന്, അപ്പത്തിന്റെ ഭവനം എന്നാണ് ബേദലഹേം എന്ന് പറയുന്നത്, അവിടെ നിന്ന് മോവാബ് ദേശത്തിലേക്ക് പോയ ഒരു കുടുംബത്തിന്റെ ദുരന്ത കഥയാണ് ഈ രൂത്തിന്റെ പുസ്തകത്തിലെ ആദ്യ അധ്യായം. 2 യൗവനക്കാർ, അപ്പനും അമ്മയും, അവർ മോവാബിൽ ചെന്നു. ഈ മോവാബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അബ്രഹാമിന്റെ കൂടെ ഇറങ്ങി തിരിച്ച ലോത്തിന്റെ വംശപാരമ്പര്യമാണ്. ലോത്ത് വലഞ്ഞു പോയ നീതിമാൻ എന്നാ പറയുന്നത്. എത്ര കഷ്ടമാണ്, വളരെ ദുഃഖ അപൂർണമാകുന്ന ഒരു പര്യവസാനം ലഭിച്ച ഈ ലോത്ത്. എന്നാൽ ദൈവം നീതിമാനാണ് കേട്ടോ. ദൈവം ആ ലോത്തിനെ മറന്നു കളഞ്ഞില്ല. ആ തലമുറ ആരെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവരെ സഹായിപ്പാൻ ദൈവം സന്നദ്ധനാണ് എന്ന് കാണിക്കുവാൻ തക്കോണം മോവാബിയ വംശത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിച്ചു വന്നപ്പോൾ അവളെ ഉയർത്തുന്നത് എത്ര ഭംഗിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു കഥ പോലെ, നാടകം പോലെ ഈ സംഭവം, ഈ ചരിത്രം നന്നായി എഴുതിയിട്ടുണ്ട്. ചില പറയുന്നത് ശൗമേലാണ് ഇത് എഴുതിയിട്ടുള്ളത്. എഴുത്തുകാരനെ പറ്റി വ്യക്തതയില്ല, നമുക്കത് അത്രയും പോകണ്ട. കാരണം ശൗമേല് ദാവീദിനെ കുറിച്ച് കൊണ്ടുവരാൻ കൂടെയാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഈ പുസ്തകം അവസാനിക്കുമ്പോൾ ദാവീദ് എന്നുള്ള പേര് തുടങ്ങുന്നു. വെളിപ്പാട് വരെ ദാവീദിന്റെ പേര്. അങ്ങനെ മനോഹരമാകുന്ന സ്ത്രീയുടെ പേരിൽ ഉള്ള ഒരു പുസ്തകം, രൂത്തിന്റെ പുസ്തകം. ഈ പുസ്തകത്തിന് പല പശ്ചാത്തലങ്ങളുണ്ടെങ്കിലും ശ്രദ്ധിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഏകദേശം BC 1000 ഇത് നടന്നതെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഇതിന്റെ 4 രംഗം. ഒന്ന്, മോവാബ് ദേശം. ഈ കുടുംബം അങ്ങോട്ട് പോവുക. ഒരു 10 വർഷമേലും ആ ഒരു കാലഘട്ടം നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം ഒരു 2 വർഷം. ഈ 2 വർഷമാണ് ബാക്കിയുള്ള രൂത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. 2 ആൺമക്കള് വിവാഹിതരാകുന്നു. ആ മോവാബ് ദേശത്തിലെ പെൺകുട്ടികളെയാണ് വിവാഹം കഴിക്കുന്നത്. അതൊരു ഇസ്രയേലിനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യമല്ല. എങ്കിലും ആ കൾച്ചറിൽ അവർ പോയപ്പോൾ അങ്ങനെ 2 പെൺകുട്ടികളോട് ഈ കുടുംബത്തോട് ചേർന്നു. അങ്ങനെ അവർ 6 പേരായി. അങ്ങനെ 6 പേരടങ്ങുന്ന കുടുംബം. ഒന്ന് നവോമി, നവോമിയുടെ ഭർത്താവ്, 2 മക്കൾ, അവരുടെ ഭാര്യമാർ. ഇപ്പോൾ ആ കുടുംബത്തിൽ 3 വിധവമാർ ശേഷിക്കുന്നു. അതിൽ ഒരു മകന്റെ ഭാര്യ അമ്മായിയമ്മയോട് വിട പറഞ്ഞു പോകുന്നു. ഒരു മരുമകൾ, രൂത്ത് എന്ന് പറയുന്ന മരുമകൾ, നവോമി എന്ന് പറയുന്ന സ്ത്രീയോട് ഒട്ടുനിൽക്കുന്നു. അങ്ങനെ അവർ പ്രഗതികളായിട്ട് ബേദലഹേമിലേക്ക് വരുന്നു. ആദ്യ ഭാഗം കാണുന്നത് മോവാബാണ്. പിന്നെ ബേദലഹേമിൽ ഒരു വയൽ, പിന്നെ ബേദലഹേമിൽ ഒരു മെതിക്കളം, പിന്നെ ബേദലഹേം പട്ടണം. ഇങ്ങനെ 4 പശ്ചാത്തലത്തിൽ 4 അധ്യായത്തിൽ കൂടെ 85 വാക്യങ്ങൾ. ഈ 85 വാക്യങ്ങൾ ഓരോ മെസ്സേജുകളാണ്. നന്നായി ശുശ്രൂഷിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ വീണ്ടെടുപ്പിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ സാധാരണക്കാരുടെ മനസ്സിലാകുന്ന രീതിയിൽ ഹൃദയദ്രവീകരണമായി ഇതിനെ മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കോണം ഈ പുസ്തകം ഇന്ന് നിലനിൽക്കുന്നു. എപ്പോഴും കണ്ണുനീരോടുകൂടി ദൈവത്തിന്റെ ആഴമായ സ്നേഹത്തെ ഒപ്പിയെടുക്കുവാൻ കഴിയുന്ന ഈ പുസ്തകം ഒന്ന് വായിക്കണം. വളരെ ഈസിയാണ് വായിക്കാൻ. വായിച്ചത് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വീണ്ടെടുപ്പുകാരൻ എന്ന ഒരാള്, ബോവസിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ബോവസിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഒരു കനാന്യ സ്ത്രീയുടെ മകനായി എരിഹോ പട്ടണം പിടിക്കപ്പെടുമ്പോൾ അതിന്റെ മുകളിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ, അവർ വിശ്വാസത്താൽ ഈ ഇസ്രായേൽ ജനത്തോട് ചേരുകയും അവളെ ദൈവം അനുഗ്രഹിക്കുകയും ഇന്ന്
ആ കുടുംബം ഒരു ധനിക കുടുംബമായി യെരുശലേമിൽ തീർന്നു, ഇല്ലെങ്കിൽ ബേത്ലഹേമിൽ തീർന്നു. ആ പട്ടണത്തിൽ അറിയപ്പെട്ട ഒരു മാന്യ വ്യക്തിയായി ബോവസ്. ഈ ബോവസ് വളരെ നാളുകായി വിവാഹം കഴിക്കാതിരിക്കുന്നു. അങ്ങനെയുള്ള ആ ബോവസ് ഈ മരിച്ചുപോയ മക്ലോൺ കില്ലിയോൺ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുമായി ചാർച്ചക്കാരാകിയാൽ അവര് രണ്ടുപേരെ കാണുന്നു. ഒരാൾക്ക് വീണ്ടെടുക്കുവാൻ മനസ്സില്ല, ഒരാൾ വീണ്ടെടുപ്പുകാരനായി രംഗത്ത് വരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബോവസ്. അങ്ങനെ വളരെ മനോഹരമായി ഇതിനെ ചിത്രീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ബൈബിൾ പ്രോജക്റ്റുകാര് നന്നായി ഇതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ശ്രദ്ധിച്ചാൽ ഇതൊരിക്കലും ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകില്ല എന്ന് എനിക്ക് തീർത്തും പറയാൻ സാധിക്കും. ഇനി രൂത്ത്, ഈ 4 ബുക്കുകളുണ്ട് യഹൂദന്മാർക്ക്: സഭാപ്രസംഗി, ഉത്തമഗീതം, എസ്തേർ, വിലാപങ്ങൾ എന്നിവയ്ക്കൊപ്പം രൂത്തും ഉൾപ്പെട്ടതാണ്. ഈ പഴയ നിയമത്തിലെ മെഗിയോലത്ത് എന്ന് പറയുന്ന, ഇല്ലെങ്കിൽ 5 ചുരുളുകൾ എന്ന് പറയുന്ന ഈ പുസ്തകങ്ങൾ അവരുടെ പ്രത്യേക പെരുന്നാളുകൾക്ക് വായിക്കാറുണ്ട്. അതിൽ കൊയ്ത്ത് കാലത്തെ, ഇല്ലെങ്കിൽ കൊയ്ത്തിനെ ചിത്രീകരണം ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് ഈ രൂത്ത് പെന്തക്കോസ് നാളിൽ വായിക്കുന്ന ഒരു ബുക്കാണ്. പെന്തക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-ാം ദിവസം ഒരു കൊയ്ത്ത് പെരുന്നാളിനോടനുബന്ധിച്ച് അത് വരുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വളരെ ലളിതമായി പറയുന്നത്. അവൾ പെന്തക്കോസ് പെരുന്നാളിനോട് ചേർന്ന്, ഇല്ലെങ്കിൽ കൊയ്ത്തുമായി ബന്ധപ്പെട്ട ഇത് വായിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു അവസരത്തിലാണ്. ഇതിൻ്റെ അകത്ത് ഒന്നാമതായി നാം കാണുന്നത് ജാതികളും ദൈവിക വീണ്ടെടുപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മോവാബിയ സ്ത്രീയെ എങ്ങനെ ഉൾക്കൊള്ളുവാൻ സാധിക്കും എന്ന അനേക ചോദ്യങ്ങളുണ്ട്. മോവാബിയർ ഇസ്രയേൽ മക്കൾക്ക് വളരെ ദോഷം ചെയ്തിട്ടുണ്ട്. ബാലാഖ്, ബിലയാം, അവിടെ നമുക്കറിയാം മോവാബി രാജാവിനെ കാണുന്നുണ്ട്. ഇങ്ങനെ അവിടെ 10 തലമുറയ്ക്ക് പോലും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കഴിയാതെ, അയിത്തം ഇല്ലെങ്കിൽ കടന്നു വരുവാൻ ദൈവം അനുവദിക്കാതിരിക്കുമ്പോൾ ആ 10നെയും മറികടന്നു വന്ന ഈ സാധു പെൺകുട്ടി, അതിൻ്റെ അകത്ത് വലിയൊരു സത്യം കിടപ്പുണ്ട്. എത്ര പാപിയാണെങ്കിലും, സ്വർഗത്തിൽ നിന്ന് എത്ര അകന്നവനാണെങ്കിലും, ഒരുപാട് കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ടവനാണെങ്കിലും നിഷേധിക്കപ്പെട്ടവളാണെങ്കിലും ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ ആർക്കും സാധിക്കും. ഈ വേദപുസ്തകത്തിൽ പറയുന്ന സർവശക്തനായ ദൈവവും പുത്രനായ ക്രിസ്തുവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം പ്രാപിപ്പാൻ എല്ലാ വ്യക്തിക്കും സാധിക്കും. ഇത് പ്രത്യേക ജാതികൾക്കോ മതത്തിനോ ഒന്നുമല്ല, സകല മനുഷ്യവർഗത്തിനും വേണ്ടിയിട്ടുള്ള, മൂക്കൽ ശ്വാസമുള്ള എല്ലാവർക്കും ഈ അനുഗ്രഹം ലഭിക്കുവാൻ സാധിക്കും എന്ന് ഞാൻ തീർത്തു പറയാം. ഇവിടെ നോക്കിക്കേ, ഈ സഹോദരി, ഈ പെൺകുട്ടി കടന്നു വരുമ്പോൾ അവൾ ജാതീയ സ്ത്രീയാണ്. അവൾ ഇതൊന്നും അറിയുന്നില്ല, ജീവിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. എന്നാൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവിക പദ്ധതി എത്ര വലിയതാണ് എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. 2, സ്ത്രീകളും കൃപയാലുള്ള രക്ഷയ്ക്ക് കൂട്ടവകാശികളായി തീരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. സ്ത്രീകൾ സമൂഹത്തിൽ തള്ളപ്പെട്ടവരല്ല എന്ന് മനസ്സിലാക്കുന്നു. 3, സദൃശവാക്യത്തിൽ ശലോമോൻ എഴുതുമ്പോൾ വെർച്വസ് വുമൺ, വളരെ സൽഗുണയായ ഒരു സ്ത്രീയെ കുറിച്ച് ചിത്രീകരിക്കുന്നുണ്ട്. രൂത്ത് അക്കൂട്ടത്തിൽ പെടുന്നു. 4, ദൈവത്തിന്റെ പരമാധികാരത്തെയും ദൈവിക കരുതലിനെയും വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകം കൂടാണ് രൂത്തിന്റെ പുസ്തകം. അതുപോലെ തന്നെ ഈ പുസ്തകത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. വേദപുസ്തകത്തിൽ താമാർ, രാഹാബ്, ബത്ശേബ എന്നൊക്കെ പറയുന്ന സ്ത്രീകളെ പോലെ തന്നെ ഇവൾക്കും ഒരു നല്ല സ്ഥാനം വേദപുസ്തകത്തിൽ ഉണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രൂത്ത് മശിഹയുടെ വംശാവലിയിൽ ഇടം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 6, ക്രിസ്തുവിന്റെ നിഴലായി ബോവസ് വീണ്ടെടുപ്പുകാരനായി നിൽക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും അനേക കാര്യങ്ങൾ പഠിക്കുവാനും ഈ ചരിത്രം വളരെ പ്രയോജനപ്പെടും. അപ്പോൾ ഇനിയും ഇതിന്റെ 4 അധ്യായത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. റിച്ച് ഇൻ മീനിങ്, അർത്ഥം പുഷ്ടിയുള്ളതാണ് ഈ അധ്യായങ്ങളെല്ലാം. മോവാബിൽ എലിമേലെക്കിന്റെയും നവോമിയുടെയും കുടുംബത്തിന്റെ തകർച്ച, ദൈവത്തിൽ നിന്ന് വിട്ട് ലോകത്തിൽ
അനുഗ്രഹത്തിന് വേണ്ടി പോയ ഒരു കുടുംബം, അവർക്കുണ്ടായ തകർച്ചയാണ് ആദ്യ അധ്യായം. 2-ാം അധ്യായത്തിൽ നവോമിയും രൂത്തും ബേത്ലഹേമിലേക്ക് മടങ്ങി വരുന്നുണ്ട്. ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന നവോമിയും രൂത്തിനെ 2-ാം അധ്യായത്തിൽ ചിത്രീകരിക്കുന്നു. 3, രൂത്ത് ഒരു ദാസിയായി ബോവസിന്റെ വയലിൽ. അധ്യായം 4 നമുക്ക് കാണുവാനായിട്ട് കാണുന്നുണ്ട്, രൂത്ത് ബോവസിന്റെ മെതിക്കളത്തിൽ. പിന്നെ നമ്മൾ കാണുന്നത് തുടർന്നുള്ള ആ അധ്യായത്തിന്റെ അവസാനിപ്പിക്കുന്നതിന് മുൻപായി ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുന്നു. ദൈവം ഒരു മകനെ നൽകി ബോവസിനെയും രൂത്തിനെയും അനുഗ്രഹിക്കുന്നു. യഹൂദയുടെ സിംഹാസനത്തിൽ ദാവീദ് രാജാവാകുന്നു എന്നുള്ള മനോഹരമാകുന്ന ദൃശ്യമാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ സാരാംശം നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഈ ബൈബിൾ പ്രോജക്റ്റ് ചിത്രീകരിച്ചിരിക്കുന്ന ഈ ചിത്രീകരണം കൂടെ ദയവായി ഒന്ന് വാച്ച് ചെയ്യൂ. ഈ പുസ്തകം വളരെ അനുഗ്രഹമാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. The Book of Ruth. It's a brilliant work of theological art, and it invites us to reflect on the question of how God is involved in the day-to-day joys and hardships of our lives. There are 3 main characters in the book: Naomi, the widow, Ruth, the Moabite, and Boaz, the Israelite farmer. And their story is told in 4 chapters that are beautifully designed. Let's just dive in and see how this all unfolds. Chapter 1 opens with this line, "In the days when the judges ruled." And it reminds us of the very dark and difficult days from the book of Judges. And here we meet an Israelite family in Bethlehem, struggling to survive through a famine. And so in search of food, they move on to the land of Moab, Israel's ancient enemy. And there the father of the family dies, and the sons marry 2 Moabite women, Ruth and Orpah. And then the sons, they die too. And so they leave only Naomi and these new daughters-in-law. And so Naomi, she has no reason to stay anymore. And so she tells her new daughters-in-law that she's moving back home. And Naomi, she knows that the life of an unmarried foreign widow in Israel is going to be very hard. And so she compels the women to stay behind. Orpah agrees, but Ruth does not. She shows remarkable loyalty to Naomi, and she says, "Wherever you go, I'm going to go. Your people will become my people, and your God will become my God." And so the 2 of them return to Israel together. And the chapter concludes with Naomi changing her name to Mara, which means bitter in Hebrew, and she laments her tragic fate. Chapter 2 begins with Naomi and Ruth discussing where they're going to find food. And it just so happens to be the beginning of the barley harvest. And so Ruth goes out to look for food, and it just so happens that she ends up picking grain in the field of a man named Boaz, who just so happens to be Naomi's relative. We're told that Boaz is a man of noble character, and he notices Ruth. And so after finding out more about her story, he shows remarkable generosity to her. He makes these special provisions so that the immigrant Ruth can gather grain in his field. And in doing so, Boaz is actually obeying an explicit command of the Torah to show generosity to the immigrant and the poor. Boaz is so impressed by Ruth's loyalty to Naomi. He prays for her that God will reward her for her boldness. So Ruth comes home that day, and Naomi finds out that she met Boaz, and she is thrilled. She says Boaz is their family redeemer. Now, this family redeemer thing, this was a cultural practice in Israel where if a man in the family died and he left behind a wife or children or land, it was the family redeemer's responsibility to marry that widow, to take up the land and protect that family. So Naomi, she begins to hope that perhaps there might still be a future for her family. Chapter 3 begins with Naomi and Ruth making a plan to get Boaz to notice their situation. So Ruth is going to stop wearing clothes of a grieving widow, and she's going to show signs that she's available to be married. And so Ruth goes to meet Boaz on the farm that night. And as she approaches, Boaz wakes up and he's totally startled. And Ruth makes her intentions very clear. She asks if Boaz will redeem Naomi's family and marry her. Boaz is once again amazed by Ruth's loyalty to Naomi and her family, and he calls Ruth a woman of noble
character. It's the same term used to describe the woman of Proverbs 31. So Boaz tells Ruth to wait until the next day, and he will redeem both Ruth and Naomi legally before the town elders. And so the chapter ends with Ruth returning to Naomi, and they marvel together at all of these recent events. In chapter 4, it all comes together. It turns out, at the last minute, Boaz discovers there is a family member who's closer to Naomi than he is, and he's actually eligible before him to redeem the family. But at the last second, this family member finds out that he's going to have to marry Ruth, the Moabite, and so he declines. But Boaz, remember, he knows Ruth's true character, and so he acquires the family property of Naomi, and he marries Ruth. And so just at the beginning, how Ruth was loyal to Naomi's family, so now Boaz is loyal to Naomi's family as well. The story concludes with a reversal of all of the tragedies from chapter 1. So the death of the husband and the sons is reversed as Ruth is married again and gives birth to a new son, granting joy to Naomi. And this symmetry between the opening and the closing, it's even more remarkable. So remember, the opening tragedy was followed by a great act of loyalty on the part of Ruth. And that is now matched by Boaz's act of loyalty that leads to the family's final restoration. And this symmetry, it highlights the design of the internal chapters as well. So each of the chapters begins with Naomi and Ruth making a plan for their future, and that's followed by a providential meeting between Ruth and Boaz, and each chapter concludes with Naomi and Ruth rejoicing at what's taken place. This story is beautifully designed, and that design actually connects with a really interesting feature of the story, and that's how little God is mentioned. Right? The characters talk about God a few times, but the narrator actually never once mentions God doing anything directly in the story, and that's its brilliance. Because God's providence is at work behind every scene of this story, weaving together the circumstances and choices of all these characters. So Naomi, her tragedy leads her to think that God is punishing her, but actually the whole story is about God's mission to restore her and her family. And he's doing so through Ruth, through her boldness and loyalty, which brings healing to Naomi's life, but not without Boaz, who's a no-nonsense farmer who's full of generosity and loyalty. And so God uses his integrity combined with Ruth's boldness to save Naomi and her family. And so this story brilliantly explores the interplay of God's purposes and will with human decision and will. God weaves together the faithful obedience of his people to bring about his redemptive purposes in the world. And that leads to the real end of the story. The book of Ruth concludes with a genealogy, showing how Boaz and Ruth's son, Oved, was the grandfather of King David, from whom came the lineage of the Messiah. And so all of a sudden, these seemingly mundane, ordinary events in this story are woven into God's grand story of redemption for the whole world. And so the book of Ruth invites us to consider how God might be at work in the very ordinary, mundane details of our lives as well. And that's what the book of Ruth is all about. എങ്ങനെയുണ്ട്? ഈസിയല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ? വലിയ പ്രയാസമില്ലാതെ മനസ്സിലാക്കത്തക്കവണ്ണം മനോഹരമായിട്ടല്ലേ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മനോഹരമാണെന്ന് പറയുന്നത്. ഇനിയും ശ്രദ്ധിച്ച് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ന്യായാധിപന്മാർ ഭരിക്കുന്ന കാലത്ത് ജനം തോന്നിവാസം തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കുന്ന കാലത്ത് എവിടെ നിന്ന് ഒരാശ്രയം എങ്ങനെ നന്മയുണ്ടാകുമെന്ന് നോക്കി പരദേശിയായി ദൈവോട്ടരണത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്ന കുടുംബം. ആ കുടുംബത്തിന്റെ അംഗങ്ങളുടെ പേര് തന്നെ വളരെ രസകരമായിട്ടുണ്ട്. എലിമേലേക്ക്, നബോമി, പുത്രന്മാർ മക്ലോൻ എന്നും കില്ലിയോൻ എന്നും പറയുന്നു. 4 പേര് പോകുന്നു. കുടുംബത്തിലുണ്ടായി 6 പേർ, 2 മക്കൾ വിവാഹിതരാകുന്നു. എന്നിട്ട് അവർക്കുണ്ടാകുന്ന ആ 10 വർഷത്തെ വളരെ കഷ്ടപ്പാടിൽ അവർ യഥാർത്ഥത്തിൽ 4 പേരും നഷ്ടപ്പെട്ടതുപോലെ. കാര്യം രൂത്തും നവോമിയും ഒഴിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമുക്കൊരു പരാജയം തന്നെയായിട്ട് കണക്കൂട്ടരുത്. എന്നാൽ ദൈവത്തെ അന്വേഷിച്ച് ഉറച്ചു നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു ദാസിയായി ഒരു വയൽ പെറുക്കുവാൻ വന്ന് ആ വയലിന്റെ ഉടമയായി തീർന്ന് ആ ദേശത്തിലെ ഉന്നതന്റെ ഭാര്യയായിത്തീരുന്നു. അതിനുശേഷം മിശിഹ കർത്താവിന്റെ വംശപാരമ്പര്യത്തിൽ വന്നു ചേരുവാനിടയായി തീർന്നു. ഇന്നും വിരുദ്ധ ജനഹൃദയങ്ങളിൽ ഇന്നുമുണ്ട്. ഈസി 1000 നടന്ന കാര്യങ്ങളാണ്. ഇന്നും
അത് ലൈവായിട്ട് എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്. സ്നേഹിത, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ലോകത്തിലെ കുടുംബം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ, ധനം, മാനം ഒക്കെ തേടി പോകുന്ന അനേകരുണ്ട്. നാം എല്ലാം അങ്ങനെയുള്ളൊരു ആൾക്കാരാണ്. എങ്ങനെങ്കിലും അഭിവൃദ്ധി പ്രാപിക്കണം, എങ്ങനെങ്കിലും നന്മയുണ്ടാകണം, എങ്ങനെങ്കിലും വളർച്ച പ്രാപിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു തെറ്റുമില്ല കേട്ടോ. അങ്ങനെയാണ് എല്ലാവരും. അങ്ങനെ അല്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാ അറിഞ്ഞ ഈ ചെറിയൊരു അറിവായിരിക്കാം ഈ രൂപത്തിലുണ്ടായത്. ഒരുപക്ഷെ അതിവിടെ പറയുന്നില്ല. അമ്മാവിയമ്മയിൽ നിന്നും ഇസ്രയേലിന്റെ ദൈവത്തെ കുറിച്ച് ഒരു അറിവ്, ചെറിയൊരു അറിവ്. ഒരുപക്ഷെ തന്റെ ഭർത്താവിൽ നിന്നായിരിക്കാം. അതൊന്നും ഇവിടെ പറയുന്നില്ല. ആ ചെറിയ അറിവ് മനസ്സിൽ വെച്ച് ഒരു വലിയ വിശ്വാസവുമായി വേദനകളിലേക്ക് നടന്നു വരുന്ന രൂത്ത് ഒരു അഭിമാനമായിട്ട് മാറും. കാരണം വേദപഠിതാക്കൾക്ക് ലോത്ത് വലഞ്ഞുപോയ നീതിമാനാണ്. ആ വംശപാരമ്പര്യത്തിൽപ്പെട്ട അങ്ങനെ അനേക വർഷങ്ങൾ കഴിയുമ്പോൾ അവിടെ നിന്നും ഒരു സ്ത്രീ വന്ന് യഹൂദ ഗോത്രത്തിൽ വന്ന് ചേരുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ യഹൂദ ഗോത്രത്തിൽ. അങ്ങനെ രൂത്തും യേശുക്രിസ്തുവിന്റെ, അബ്രഹാമിൽ കൂടെയുള്ള വലിയൊരു വാഗ്ദത്തമാണ് മിശിഹ ലോകത്തിൽ പറക്കണമെന്നുള്ളത്. നീ ലോകത്തിന് ഒരു അനുഗ്രഹം, നീ സകല ജാതികൾക്ക് ഒരു അനുഗ്രഹമാണ്, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അതാണല്ലോ ആ വാക്യത്തിന്റെ അർത്ഥം. നീ ഒരു അനുഗ്രഹ വിഷയമാണ്, നിന്നാൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാണല്ലോ നാം അനുഗ്രഹിക്കപ്പെട്ടത്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിൽ കൂടെ കടന്നു വന്ന ആ ലീനേജിൽ കൂടെ കടന്നു വന്ന് മിശിഹ സർവ്വലോകത്തിന്റെ രക്ഷിതാവായി തീർന്നപ്പോൾ ലോത്തിന്റെ തലമുറയിൽപ്പെട്ട ഒരാളോട് ഈ തലമുറയിൽ വന്നു ചേരുവാൻ ദൈവം അനുവദിക്കുകയാണ്. ദൈവത്തിന്റെ ഒരു നീതിയോടായിരിക്കാം, ദൈവം അറിഞ്ഞുകൊണ്ടായിരിക്കും അത് ചെയ്തത്. ഒരുപക്ഷെ നിങ്ങൾക്കും എനിക്കും ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു വരുന്ന താല്പര്യം. ദൈവം നമ്മുടെ പിതാക്കന്മാരെയോ നമ്മുടെ കുടുംബത്തിലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഒക്കെ കണ്ടിരിക്കണം. എന്നാൽ അവർക്കൊന്നും ഈ കൃപയിലേക്ക് വരുവാനായിട്ട് കൊടുത്ത അവസരങ്ങൾ ഒരുപക്ഷെ അവർ വേണ്ടവണ്ണം ഉപയോഗിച്ച് കാണില്ലായിരിക്കാം, വെളിപ്പെട്ട് വന്നില്ലായിരിക്കാം. അങ്ങനെ ആയിത്തീർന്നിരിക്കട്ടെ. എന്നാൽ ഒരു കാര്യമാണ്, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു വിചാരമുണ്ടെങ്കിൽ അത് നാം എത്രമാത്രം അധപ്പതിച്ചു പോയാലും ആ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. എങ്ങനെ സാധിക്കും? പ്രവർത്തിയാൽ ഒരിക്കലുമല്ല, കൃപയാൽ. ദൈവസന്നിധാനത്തിലേക്ക് അടുത്തിയെന്ന് ദൈവത്തോട് പറ്റി നിൽക്കുവാൻ രൂത്ത് പറഞ്ഞ പോലെ, നിന്റെ ദൈവം എൻ്റെ ദൈവമാണ്, നിന്റെ ജനം എൻ്റെ ജനമായിരിക്കും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. അത് ദൈവവുമായിട്ടുള്ളൊരു ഉടമ്പടി, തൻ്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനം എടുക്കുവാൻ തൻ്റെ സിസ്റ്ററിലേക്ക് സാധിച്ചില്ല. അവളെ സാഹചര്യങ്ങളെ നോക്കി, കണക്കുകൂട്ടൽ നോക്കിയപ്പോൾ ഒരു അനുഗ്രഹം വരുവാനായിട്ട് സാധ്യതയില്ല. ഈ സ്ത്രീ കണക്കുകൂട്ടലല്ല, അവൾ കേട്ട ദൈവത്തെ ഒന്ന് അറിയുവാൻ, രുചിച്ച് മനസ്സിലാക്കുവാൻ തീരുമാനിച്ചു. ദൈവം വിചാരിച്ചു, കുഞ്ഞെ, നിന്നെ ഞാൻ കൈവിടുകയില്ല. ദൈവത്തെ അനുഗ്രഹിച്ചാൽ തലമുറകളായി അനുഗ്രഹിക്കും എന്നുള്ളത് ഒരു വലിയ ദൃഷ്ടാന്തം കൂടാണ് ഈ പുസ്തകം. നമുക്കറിയാം, ശമൂവേലിന്റെ പുസ്തകമൊക്കെ വരുമ്പോഴാണ് ദാവീദ് വരുന്നത്. അതിനു മുമ്പ് തന്നെ ഈ പുസ്തകം അവസാനിക്കുമ്പോൾ ദാവീദിന്റെ പേരുണ്ട്. ദാവീദ് രാജാവിന്റെ ഒരു വെല്ലുമിച്ചയായിട്ടൂടെ വരുന്നത് രൂത്ത്. ഇതൊരു നിസ്സാര കാര്യമൊന്നുമല്ല. ശലോമോന്റെ ഒരു വല്യമ്മച്ചി ആയിട്ടാണ് വരുന്നത്. ഒരു ഗ്രാൻഡ് മദർ ആയിട്ടാണ്, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആയിട്ടൊക്കെയാണ് വരുന്നത് ഈ രൂത്ത്. കളിയാണോ? കളിയല്ല. നമ്മളിലൊക്കെയും അനേക സാധ്യതകളെ ദൈവം കണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുവാൻ ദൈവം അവസരം നൽകിയത്. പക്ഷേ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയാഞ്ഞിട്ട്, ദൈവത്തോട് അടുത്ത് വരാൻ കഴിയാഞ്ഞിട്ട് ഈ നന്മകളെല്ലാം പോയി ശൂന്യമായി പോകുന്ന, ശൂന്യതയിലേക്ക് പോകുന്നുണ്ട്. മടങ്ങി വാ യേശുവിന്റെ പാദത്തിലേക്ക്. നമ്മെ വീണ്ടെടുക്കുവാൻ നല്ലൊരു വീണ്ടെടുപ്പുകാരൻ നമുക്ക് വേണ്ടിയുള്ള ബോവസ് അല്ല, നമുക്ക് വേണ്ടിയിട്ടുള്ളത് യേശു ക്രിസ്തുവാണ്. അവന്റെ പേരാണ് യഥാർത്ഥത്തിൽ വീണ്ടെടുപ്പുകാരൻ, മനുഷ്യവർഗത്തിന്റെ, എന്റെയും നിങ്ങളുടെയും.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് പുതിയ പുസ്തകത്തിന്റെ ഔട്ട്ലൈൻ പഠിക്കാം. അതുവരെ നിങ്ങൾക്ക് വീണ്ടും കൂടി വരുന്നിടം വരെ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.